എത്ര പറയുവാൻ എൻ്റെ പ്രകൃതിയെ കുറിച്ചിനി എന്തു പറയുവാൻ നമ്മളല്ലേ പറയൂ. കല്ലാറിലെത്തിയപ്പോഴും അങ്ങോട്ട് കടത്തി വിടുന്നില്ല. അവർ പറയുന്ന ഗോത്രക്കാരാണ് ഇവിടെ നിയന്ത്രിക്കുന്നത്. ടൂറിസം നല്ല ഉണർന്നു എന്നാണ് അറിഞ്ഞത്, തുറന്നു എന്നൊക്കെയാണ് അറിഞ്ഞത്. പക്ഷേ ഇവിടെ വന്നപ്പോൾ ആകപ്പാടെ നമുക്ക് നിരാശാജനകമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ്. ടിക്കറ്റ് കൗണ്ടറിൻ്റെ അവിടെ വന്നപ്പം കണ്ട ഒരു കാഴ്ചയാണ്. കാര്യം നമ്മൾ വന്നപ്പോൾ നമ്മളെ കടത്തി വിടില്ല എന്നാണ് പറഞ്ഞത്. പക്ഷേ അനേകം ആൾക്കാർ അകത്ത് പോയിട്ട് ഓരോ കാറിലും തിരിച്ചു വരുന്നുണ്ട്. കാര്യം ഇവിടെ ട്രിവാൻഡ്രം റെയിൽവേ സ്റ്റേഷൻ പോലും അല്ല കാറുകൾ. അപ്പം ട്രിവാൻഡ്രത്തുള്ള നമുക്ക് അതിനുള്ള മുൻഗണന മറ്റു കാര്യങ്ങളും തരാതെ മറ്റു സ്ഥലത്തു നിന്ന് വരുന്ന ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ മുൻഗണന കൊടുത്ത് അവർ കടത്തിവിടുന്ന ഒരു രീതിയാണ് നമ്മളിവിടെ കാണുന്നത്. പോയി 2 എണ്ണം ഇങ്ങോട്ട് പോകുന്നത് കണ്ട് തിരിച്ച്. നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത്? ട്രിവാൻഡ്രം. അപ്പോൾ നമ്മൾ വന്നതിന് ശേഷം ഒരു 4-5 വണ്ടി പോയി ഇങ്ങോട്ട് പോയി കയറി പോകുന്നത് കാണാം. പറഞ്ഞോണ്ട് കൊട്ടാരക്കരയിൽ നിന്ന് വരുന്ന ആൾക്കാരാണ്. ഇങ്ങനെ ഒരു ഇൻഫർമേഷൻ ഇതിന് മുമ്പ് നമുക്ക് ഇവിടെ ആരും കിട്ടിയിട്ടില്ല. എല്ലാ ടൂറിസ്റ്റ് പ്ലേസുകളും ഓപ്പൺ ആയെന്ന് പറഞ്ഞതുകൊണ്ട് അതിന്റെ പേരിലാണ് ഞങ്ങൾ ഫാമിലിയായിട്ട് 2 വണ്ടി യാത്ര ചെയ്ത് ഞങ്ങൾ വന്നത്. ഹലോ ഗൈസ്, ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് ഫോറസ്റ്റിനകത്തുള്ള കുറച്ച് നല്ല അത്ഭുതകരമായ വീഡിയോസും കാര്യങ്ങളാണ്. അപ്പം നമുക്കത് കൊണ്ട് കാണിച്ചു തരാനായിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് കുറ്റിച്ചൽ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ഉണ്ട്. അപ്പോൾ നമുക്ക് അവിടെ പോയി അദ്ദേഹത്തെ വിളിച്ചുകൊണ്ടാണ് പോകാൻ. ഇപ്പോൾ ഏകദേശം ഞാൻ കുറേ ദൂരം യാത്രയൊക്കെ ചെയ്ത് കഴിഞ്ഞു. ഞാൻ പുള്ളിയെ കണ്ടു. കുറേ ദൂരം യാത്രയൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഏകദേശം ഈ സ്ഥലത്തെത്തി. ഇതിലൊരു വണ്ടി വന്നു കഴിഞ്ഞാൽ നമുക്ക് സൈഡ് കൊടുക്കാൻ പോലും സ്ഥലമില്ല. പുള്ളി നമ്മളെ വന്ന് വിളിച്ചുകൊണ്ട് പോവുകയാണ്. എന്തായാലും ടെക് ട്രാവലിംഗ് നന്ദകുമാറിൻ്റെ ഈ എപ്പിസോഡിൻ്റെ ഈ വീഡിയോ ഇല്ലെങ്കിൽ ഞാൻ ഇപ്പം വണ്ടി ഓടിക്കുന്നത് ഒരു ആദ്യമായിട്ടാണ് ഇങ്ങനെയുള്ളൊരു പാതയിലൂടെ ഓടിക്കുന്നത്. എന്തായാലും വളരെ രസകരമായ റോഡാണ്. അതുകൊണ്ട് ഇടത്തെ സൈഡ് മുള്ള് കമ്പിയാണ്. മുള്ള് കമ്പി കലങ്ക് ഒരു എൻ്റെ ടെക് ട്രാവലിങ്ങിൽ ഒരു ചെറിയ വെറൈറ്റി ആയിട്ടുള്ള ഒരു വീഡിയോ ആണിത്. ഇതാണ് പുള്ളിയുടെ വീട്. രക്ഷയില്ല, എന്തിനാ ഓർഡർ ചെയ്ത്. അതാണ് നമ്മളെ പുള്ളിയുടെ ബൈക്ക്. ഇതാണ്. നമുക്ക് ആ ബൈക്കിൻ്റെ കുറച്ച് വീഡിയോസൊക്കെ കാണാം. ഹലോ ഗൈസ്, ടെക് ട്രാവലിംഗ് നന്ദകുമാറിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ആർദവമായ സ്വാഗതം. ഇപ്പം നമ്മളിപ്പം നല്ല ഒരു റൈൻ ഫോറസ്റ്റിനകത്തോട്ടുള്ള യാത്രയിലുള്ള ഒരു തുടക്കത്തിലാണ് നിൽക്കുന്നത്. ഇപ്പം എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ വന്നപ്പം പുള്ളിയുടെ ബുള്ളറ്റും എടുത്ത് ഇവിടെ നിന്ന് യാത്ര തിരിക്കുകയാണ്. ഇനി ഒരു പയ്യനും കൂടെ വരാനുണ്ട്. പുള്ളിയുടെ വീടാണ് ഈ കാണുന്നത്. ഇതിവിടെ ഒരു ഫാമൊക്കെ ഉണ്ട്, കോഴിയുടെ. ഫാം ഹൗസാണ്. നമുക്കിനി പുള്ളിയുടെ വീട്ടിലോട്ടാണ് നമ്മളിപ്പം പോകുന്നത്. വീട്ടിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ആ പുള്ളിയുടെ റോയൽ എൻഫീൽഡ് ഇരിക്കാനുണ്ട്. ഈ വണ്ടി എടുക്കാൻ വേണ്ടിയാണ് നമ്മളിവിടെ എത്തിയത്. ഇത് നമ്മളെ പുലിക്കുട്ടി. അപ്പം നമുക്ക് പുള്ളിയുടെ വണ്ടിയൊക്കെ നോക്കാം. പുള്ളിയുടെ കിണറൊക്കെ ഒന്ന് കാണാം. കിണറും പരിസരമൊക്കെ പോയി കാണാം. നല്ല ആഴമുണ്ടോ കിണർ? നല്ല ആഴമുണ്ട്. ഇതെന്റെ പിന്നെ ഞാൻ ചെയ്തതാണ് ഈ ചെടിയൊക്കെ. ഈ കിണറ്റിന്റെ അരികിൽ വെച്ച് പാടിയ ഒരു പാട്ടാണ്. എന്റെ ഇപ്പം ഫോണിലെ റിംഗ് ട്യൂണായിട്ടാണ് ആ പാട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് ഒരുപാട് കൂടണയാൻ ഇന്നെന്റെ മനസ്സിൽ വന്നു, വേഴാമ്പലായി ഞാൻ കാത്തു കാത്തൊരു മഴയെത്തും. അതായത് ഈ പാട്ടിന്റെ പിറവി എന്ന് പറയാൻ കാര്യം, ഞാൻ ഒരു തുള്ളി വെള്ളമില്ലാതെ വരികയായിരുന്നു. അപ്പോൾ ഞാൻ വായു പൊളിച്ച് മഴയെ കാത്തിരിക്കുന്ന വേഴാമ്പലിനെ അറിയാതെ ഓർത്തു. അങ്ങനെ ഞാൻ 4 വരി പാടി. അത്
അതാണ് ഇപ്പോൾ എൻ്റെ ഫോണിൽ റിംഗ് ടൂണായി കിടക്കുന്നത്. പുള്ളി ഒരു ഗാന ഗോകുലം കൂടിയാണ്. നമുക്ക് ഇനി യാത്രയ്ക്കിടയിൽ പുള്ളിയുടെ അത്ഭുതകരമായ കുറേ പാട്ടൊക്കെ നമുക്ക് കേൾക്കാം. ഇതാണ് ആഴമേറിയ കിണറാണ്. പക്ഷേ ഇപ്പോൾ വെള്ളം കൂടുതലാണ്, മഴയുള്ളത് കൊണ്ട് നല്ല രീതിയിൽ വെള്ളം കയറിയിട്ടുണ്ട്. പിന്നെ പോയിട്ട് ഞാൻ ഇപ്പം എല്ലാവരും വേനൽക്കാലത്താണ് കിണർ ഇറക്കിയാറ്, പക്ഷേ ഞാൻ ഈ മഴയത്താണ് ഇറച്ചത്. 1 മാസം ആയതേ ഉള്ളൂ ഇറക്കിയിട്ട്. ഈ ബക്കറ്റിൽ കോരി വെച്ചിട്ടുള്ള വെള്ളം ഒത്തിരി പക്ഷികൾ വരും, വേഴാമ്പൽ അങ്ങനെ പോലുള്ള പല പക്ഷികളും വരും. ഈ പക്ഷികളെല്ലാം കൊണ്ട് വെള്ളത്തിൽ കുളിച്ചിട്ട് പോകും. പിന്നെ എനിക്ക് ഏറ്റവും വലിയൊരു ശത്രു എന്ന് പറയുന്നത് ഒരു തരം ചുണ്ടൊക്കെ കൂടിയ ഒരു തരം നല്ലൊരു മഴ വേഴാമ്പലുണ്ട്. ആ മഴ വേഴാമ്പൽ ഭയങ്കര ശല്യമാണ്. ഈ ചേറിൽ വന്നിരുന്ന് ഇവിടെ എല്ലാം വൃത്തികേടാക്കിയിട്ട് പോയിരിക്കുകയാണ്. ഈ ചേറിലാണ് അവന്റെ ഉറക്കം. എന്നിട്ട് ഈ ഗ്ലാസ്സിൽ മുഖത്ത് നോക്കി കൊത്തി ഗ്ലാസ്സൊക്കെ ചീത്തയാക്കിയിട്ട് പോകും. അതാണ് ഇവിടെ ഇരിക്കുന്നത്. ഞാൻ വിശ്രമിക്കാൻ വേണ്ടി ഇട്ട ബെഞ്ചാണ്. ഞാനൊരു സ്ഥലത്ത് നിന്ന് കൊണ്ടുവന്ന ഒരു കോൺക്രീറ്റ് ബെഞ്ചാണ്. പക്ഷെ ഈ ബെഞ്ചിനെ അവൻ ഇല്ലാതാക്കി വെച്ചിട്ട് പോകും. അതുകൊണ്ട് എനിക്കൊരു ബുദ്ധിമുട്ടായിരുന്നു. നമുക്ക് ഈ കിണറ്റിലെ നല്ല വളരെ ശുദ്ധമായ കുറച്ച് വെള്ളമൊക്കെ ഒന്ന് കുടിച്ചു നോക്കാം. അതൊന്ന് കുടിച്ചു നോക്കണം. വളരെ ശരിക്കും വളരെ ശുദ്ധമായ വെള്ളമാണ്, നാച്ചുറലാണ്. ഇതിങ്ങനെ ഒരു 1/2 ലിറ്ററെങ്കിലും രാവിലെ കുടിക്കുന്നത് നല്ലതാണ്. നല്ല മനോഹരമായ വെള്ളമാണ്. ഞാൻ വെള്ളം കുടിക്കും, കാരണം എനിക്ക് രാവിലെ എണീറ്റ് ഉടനെ ഞാൻ ഈ കിണറ്റിന്റെ അരികിലോട്ടാണ് വരുന്നത്. വന്നിട്ട് ഞാൻ ജസ്റ്റ് ഒരു പാട്ടൊക്കെ പാടിയിട്ട് വെള്ളം കുടിക്കുകയാണ് ചെയ്യണത്. നല്ലൊരു കാര്യമാണ്. അതാണ് എൻ്റെ ആരോഗ്യത്തിൻ്റെ രഹസ്യം. അപ്പോൾ നമുക്ക് അടുത്ത വീട്ടിലോട്ട് പോകാം. ഒരാളും കൂടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്, പുള്ളിയും കൂടെ വരാനുണ്ട്. ഹായ് ഫ്രണ്ട്സ്, ഇതാണ് എൻ്റെ പാലസ്. ഞാനിപ്പം ജസ്റ്റ് റെസ്റ്റ് ഹൗസ് പോലെയാണ്. ഇവിടെ ഉറങ്ങിക്കഴിഞ്ഞാൽ എണീക്കാൻ തോന്നില്ല, അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ്. നല്ല കൂളിംഗ് ആയിട്ടുള്ള AC ക്ലൈമറ്റാണ്. ഞാൻ ഇവിടെയാണ് ഉറങ്ങാറ് ഇടയ്ക്കൊക്കെ വന്നിട്ട്. ഞാൻ ഫാമിലിയായിട്ടൊക്കെ ഇവിടെ താമസിച്ചിട്ടുണ്ട് ഏകദേശം ഒരാഴ്ചയൊക്കെ. ഓണത്തിനും ക്രിസ്മസ് അങ്ങനെയുള്ള സമയത്തെല്ലാം ഞാൻ ഇവിടെ വരും. ഇവിടെ തന്നെ പാചകം ചെയ്ത് ഇവിടെ കഴിക്കും. പിന്നെ ഈ ക്ലൈമറ്റിൽ നിന്ന് അങ്ങോട്ട് പോകാൻ തോന്നില്ല. നല്ല സമാധാനമായിട്ടുള്ള നല്ല രീതിയിലുള്ള ഒരു എൻവയോൺമെൻറ്റാണ്. ഞാൻ പിന്നെ കുറച്ച് ചെടിയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. കൂടുതൽ ചെടി സെറ്റ് ചെയ്യാത്തതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ വെള്ളം ഒഴിക്കാൻ ബുദ്ധിമുട്ടാണ്. 2-3 ദിവസത്തിൽ ഒരിക്കൽ ഒന്ന് വെള്ളം ഒഴിക്കണം. അങ്ങനത്തെ ഒരു ഇതാണ്. ഞാൻ സെറ്റ് ചെയ്ത ചെടികളാണ് ഇതൊക്കെ. ചെറിയൊരിതാണ്. കൂടുതൽ സെറ്റ് ചെയ്യണമെന്നുണ്ട്. പിന്നെ ഇതാ വളർന്ന് ഇപ്പോൾ 3 മാസമായതേ ഉള്ളൂ ഇത് നട്ടിട്ട്. ഇത് തന്നെ വളർന്നതാ എന്നെക്കാട്ടിലുമായി. കണ്ടിട്ടില്ലേ, നല്ല വലിയ ചെടിയാണ്. നല്ല രീതിയാണ്. ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ഞാനിവിടെ എഴുത്തും വായനയ്ക്കുമൊക്കെ ഞാൻ ഈ സ്ഥലത്താണ് ഇവിടെ കേന്ദ്രീകരിക്കുന്നത്. അങ്ങനെ ധാരാളം കവിതകൾ എഴുതിയിട്ടുണ്ട്. തൂക്കണാങ്കുരുവി എന്നുള്ള കവിത ഞാൻ ഇവിടെ വെച്ചാണ് എഴുതി. തെങ്ങോല മുകളിൽ കൂടുമെനയും തൂക്കണാങ്കുരുവി എന്ന് പറഞ്ഞിട്ടൊരു ഗാനം എഴുതി. അങ്ങനെ ഒത്തിരി എഴുതി. എന്നെ കുറിച്ചല്ല ഞാൻ പ്രോഗ്രാം ഇവിടെ അത് ജസ്റ്റ് ഞാൻ പറഞ്ഞു പോയെന്നേ ഉള്ളൂ. പറഞ്ഞൊരു ട്രഡീഷണൽ ആയിട്ടുള്ള ലാമ്പാണ്. ഇത് കാലങ്ങളിൽ നമ്മൾ കാണുന്ന ലാമ്പൊക്കെയാണ് ഈ ഒരു സ്ഥലത്ത് സെറ്റ് ചെയ്തേക്കുന്നത്. എന്തായാലും ഈ കാട്ടിനകത്ത് ഫോറസ്റ്റ് ഏരിയക്കകത്ത് ഒരു അതിമനോഹരമായ ഒരു വീടാണ്. ഒരു ചെറിയൊരു പാലസ് പോലെയാണ്. പുള്ളി ഇവിടെയാണ് എഴുതാനും വായിക്കാനൊക്കെ പറ്റിയ സമയം ചെലവഴിക്കുന്നത് ഇവിടെയാണ്. എന്തായാലും കൂടുതൽ നല്ല കാഴ്ചകളാണ്. ഇതെന്ന് പറയുന്നത് പിന്നെ കാളവണ്ടിയുടെ ലൈറ്റാണ്. ശരിക്കും ഒറിജിനൽ കാളവണ്ടിയുടെ ലൈറ്റാണ്. പോയിട്ട് ഞാൻ ഇത് ഓർത്താണ് ഒരു കവിത എഴുതി. കാളവണ്ടി എന്ന് പറഞ്ഞൊരു കവിത എഴുതി. അങ്ങനെ ഒരു യൂട്യൂബറാണ്, അതിനുപരി നല്ലൊരു കവിയും കൂടെയാണ്. നമുക്ക് ഒരുപാട് പാട്ടുകൾ കേൾക്കാം. അതെ, ഞാനിപ്പോൾ കവിതയും ഗാനരചനയൊക്കെ കുറച്ചു. ഞാനിപ്പോൾ ഒരു മനസ്സെന്ന് പറഞ്ഞ ഒരു വലിയൊരു ഫണ്ടമെൻ്റ് ആയിട്ടുള്ള ഒരു ബുക്ക് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് നല്ല രീതിയിലുള്ള ബുക്കാണ്. അതിൽ മനസ്സിനെ കുറിച്ച് ഞാനൊരു കവിത എഴുതിയിട്ടുണ്ട്. അതെല്ലാം നമുക്ക് പിന്നെ വായിക്കാൻ കേൾക്കാം. പിന്നെ ഒരു ദിവസമാവട്ടെ. ഇതല്ലല്ലോ നമ്മുടെ ലക്ഷ്യം, പ്രോഗ്രാം വേറെയാണല്ലോ. ഓക്കെ, നമുക്കെന്തായാലും പുള്ളിയുടെ ഈ ഒരു പാലസ് എന്നാണ് പറയുന്നത്. അപ്പോൾ അതിനകത്തുള്ള മനോഹരമായ കാഴ്ചകളൊക്കെ കാണാം. രാജകീയമായ ഒരു കട്ടിൽ ഇതിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് എന്തായാലും കട്ടിൽ കാണാം. എഴുതാറ്, വായിക്കാറ്, നല്ല ഇതാണ്. ചെസ് കളിക്കാറ് ഒക്കെ ഇവിടെയാണ്. മനോഹരമായ വളരെ ഹൈറ്റ് കുറഞ്ഞിരിക്കുന്ന ഒരു ആഡംബര കട്ടിലെന്ന് വേണമെങ്കിൽ പറയാം. നല്ല അടിപൊളി. 1, 2, 3, 4 ഇഞ്ചാണ്. അതായത് നമ്മൾ എവിടെ നോക്കിയാലും നമ്മൾ പുറത്ത് നിൽക്കുന്ന ഒരു ഫീലിലാണ് റൂമൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത്. എന്തായാലും ഇവിടെ ഇരുന്ന ആരായാലും കുറെ പാട്ടുകളും കവിതകളൊക്കെ എഴുതി പോകും. അങ്ങനെയുള്ളൊരു വളരെ ട്രഡീഷണൽ ആയിട്ട് ഉണ്ടാക്കുന്ന വയനാണ് ഇത്. പാരമ്പര്യമായിട്ട് ഉണ്ടാക്കുന്ന വയലിന്റെ ഒരു ഭരണിയാണിത്. വർഷങ്ങൾ കൊണ്ട് ഞാൻ ജനിക്കുന്നതിന് മുമ്പേ സെറ്റ് ചെയ്ത ഭരണിയാണിത്. ഇത് വന്നിട്ട് തേക്കിന്റെ തടിയാണ്. രൂപത്തിൽ സെറ്റ് ചെയ്ത് വളരെ എടുക്കുന്നുണ്ട് ഇവിടെ. വളരെ നല്ലൊരു നല്ല സെറ്റിംഗ് ആയിട്ടുള്ള ഇതാണ്.
ഇപ്പോഴൊക്കെ മനോഹരമായ കാഴ്ചകൾ ഇനി കാണാനുണ്ട്. നമുക്ക് എന്തായാലും പുള്ളിയുടെ ഈ പാലസ് കാണാം. പിയാനൊക്കെ ഇരിപ്പുണ്ട്. ഇവിടെ ഒരു ഞാൻ പണ്ട് ഉപയോഗിച്ചിരുന്നത് എന്റെ പൂർവികരൊക്കെ ഉപയോഗിച്ചിരുന്ന ഫോണാണിത്. ഞാനിനി ആർക്കും കൊടുക്കില്ല, നല്ല വില പറഞ്ഞു ചിലവരെങ്കിലും ഞാൻ കൊടുക്കുന്നില്ല. അതായത് ഈ ഫോണൊക്കെ ഇപ്പൊ അങ്ങ് കാണുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ തലമുറകൾക്ക് ഇതൊന്നും കാണാനുള്ള ഒരു ഭാഗ്യവും ഇല്ല. എന്തായാലും നമ്പർ കറക്റ്റ് ഡയൽ ചെയ്യുന്ന വ്യവസ്ഥയിലാണ് ഈ ഫോണ് ഉണ്ടായിരുന്നത്. ഇപ്പോഴും വർക്കിംഗ് ആണ്, നല്ല ഫോണാണ്. എത്ര വില പറഞ്ഞിട്ട് ഞാൻ കൊടുത്തില്ല. എനിക്കിനി ടെൻഷനായിട്ട് കുറച്ച് ഐറ്റംസ് ഒക്കെ സെറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ ഞാൻ സെറ്റ് ചെയ്ത് വരുമ്പോൾ വേറൊരു ദിവസം വീട്ടിൽ കാണിച്ചു തരാം. എന്തോന്നറ വളരെ മനോഹരമായൊരു സ്ഥലം. എന്തായാലും നമുക്ക് നല്ല കാഴ്ചയ്ക്കും നല്ല യാത്രയ്ക്കും ഒരു തുടക്കം കുറിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. എല്ലാവർക്കും ടെക് ട്രാവലിംഗ് നന്ദോമാൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് ആർദവമായ സ്വാഗതം. നമ്മൾ ഇതുമായിട്ടൊക്കെ ലാസ്റ്റ് യാത്ര ചെയ്ത് എവിടെയാണ്? ഇതിൽ യാത്ര ചെയ്ത് പൊന്മുടിയാണോ കോട്ടൂരാണോ? കോട്ടൂര് വനത്തിലൂടെയൊക്കെ നമ്മൾ ഇത് ഞാനും പുള്ളിയായിട്ടൊക്കെ ഇതിൽ ഒരുപാട് യാത്ര ചെയ്തിട്ടുണ്ട്. വലിയ ഓട്ടമൊന്നും ഇല്ലാത്തതുകൊണ്ട് വണ്ടി ഇങ്ങനെ ഒതുക്കി വെച്ചേക്കാണ്. എന്തായാലും മനോഹരമായ ഒരു സ്ഥലം തന്നെയാണ് ഇത്. അതിനുപരി ഒരു കോഴി വളർത്തൽ കേന്ദ്രം എന്ന് വേണമെങ്കിൽ പറയാം, ഫാം പറയാം. എന്തായാലും നല്ല സ്ഥലമാണ്, നല്ല തണുപ്പാണ്. AC കാടെന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. ഒരു ആളെയും കൂടെ കാണാനുണ്ട്, കണ്ടിട്ട് നമുക്ക് യാത്ര തുടരാം. ബുള്ളറ്റിൻ്റെ സൗണ്ടാണ് കേട്ടത്. നമ്മൾ യാത്ര തുടങ്ങി. ഇനി നമ്മുടെ ഒരു ഫ്രണ്ട്സും കൂടി തിരിച്ചിട്ടുണ്ട്. പുള്ളിയും കൂടെ എടുത്തുകൊണ്ടാണ് നമുക്ക് പോകാൻ. ഇവിടെയൊക്കെ നോക്കി ഓട്ടിച്ചില്ലെങ്കിൽ അപ്പുറത്ത് മുള്ള് കമ്പിയാണ്. ഒരു രക്ഷയും കാണില്ല. മുള്ള് കമ്പി, ഇടത് സൈഡ് ഒരു ചെറിയൊരു അരുവി. ഓരോ സ്പോട്ടുകളും ഒരു രക്ഷയില്ലാത്ത സ്പോട്ടുണ്ട്. താഴെ വെള്ളമൊക്കെ ഒലിച്ച് പോകുന്ന ഒരു സ്ഥലമാണ്. വെള്ളച്ചാട്ടം ഈറോ എന്തൊക്കെയാണ് കണ്ടോ. വളരെ രീതിയിൽ ഈറ്റക്കാടെന്നൊക്കെ ആണെങ്കിൽ നമുക്ക് പറയാം. അതിൻ്റെ ഇടയിൽ കൂടെ വെള്ളമൊക്കെ ഒഴുകി വരുന്ന ഒരു നല്ലൊരു സ്പോട്ടാണ്. എന്തായാലും ഇവിടെ ഏറ്റവും കൂടുതൽ ആദിവാസികളുടെ ഒരു താമസിക്കുന്ന സ്ഥലമാണ്. ചെറിയ പനയോലയിലൊക്കെ നിർമ്മിച്ച ചെറിയ വീടുകളൊക്കെ കാണാൻ കഴിഞ്ഞ്. കംപ്ലീറ്റ് ഓഫ് റോഡാണ്. അത്രയും വെള്ളം ഒലിച്ച് പോകുന്ന വഴിയാണ്. ഈ കാണുന്നതെല്ലാം ആദിവാസികളാണ് താമസിക്കുന്നത്. നമുക്ക് നോക്കാം. ഓഫ് റോഡ് എന്തായാലും പൾസർ 190 പോവും. കാര്യം അത് ഇൻഷ്യൽ പിക്കപ്പ് കൂടുതലായതുകൊണ്ട് നമുക്ക് പിടിച്ചാൽ നിൽക്കില്ല. ബുള്ളറ്റാണെങ്കിൽ നമുക്കത് സ്ലോവിൽ കയറി പോകും. ഇത് അങ്ങനെയല്ല, നമ്മൾ കൈ കൊടുത്ത് കഴിഞ്ഞാൽ ചാടി അങ്ങ് പോകും. ആ ഒരു ബാലൻസിങ് കൺട്രോൾ ചെയ്യാൻ ഒത്തിരി പാടാണ്. ഫോറസ്റ്റിനകത്തൂടെയുള്ള യാത്രയാണ് കേട്ടോ. ഏറ്റവും കൂടുതൽ ഇവിടെ കാട്ടുപോത്താണ് കൂടുതലുള്ളത്. എന്തായാലും നമ്മളിപ്പം പോകുന്ന വഴിയിൽ ഒന്നും കാണല്ലേ എന്നാണ് വിചാരിക്കുന്നത്. നമ്മളിവിടെ വന്നിട്ട് വേറൊരു സ്ഥലത്തായിട്ട് വന്ന് എത്തി. അങ്ങോട്ട് ഒരു വഴിയുണ്ട്, ഇങ്ങോട്ട് വഴിയുണ്ട്. ഇതെല്ലാം ആദിവാസികളുടെ മേഖലയാണ്.
ഹലോ ഗൈസ്, നമ്മളിപ്പോൾ ശരിക്കും പറഞ്ഞാൽ നല്ലൊരു കാട്ടിനകത്ത് അകപ്പെട്ടു പോയി. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് 2 വഴികളായിട്ട് തിരിയുന്നുണ്ട്. ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഫോറസ്റ്റിൻ്റെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. അത് നമ്മുടെ അഗസ്ത്യനാണിത്. അഗസ്ത്യൻ നമ്മളിപ്പോൾ മാഷായിട്ടാണ് ഇപ്പം പരിചയപ്പെടുത്തുന്നത്. നമ്മളെ മാഷ് അത് നമുക്ക് സംസാരിച്ച് ക്ലിയർ ചെയ്യാം. എന്തായാലും നമ്മൾ വന്ന വഴി ഇതാണ് ബാക്കിലോട്ട്. ഇവിടെ എന്തായാലും കാട്ടുപോത്തിൻ്റെ ശല്യമുണ്ട്, പിന്നെ ആനയുണ്ട്, അങ്ങനെ എല്ലാതരം മ്ലാവ്, എല്ലാതരം വന്യജീവികളും ഉണ്ട്. പിന്നെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ ശരിക്കും ഇടതൂർന്ന വനമാണ്. ആരും അങ്ങനെ വരാറില്ല. സെറ്റിൽമെന്റിലുള്ള ആൾക്കാർക്ക് മാത്രമേ ഇങ്ങോട്ട് പ്രവേശനമുള്ളൂ. പിന്നെ ഇത് തിരുവനന്തപുരം കുറ്റിച്ചൽ പഞ്ചായത്തിന്റെ കീഴിലുള്ള കുന്നടി, വലിയ കുന്നടി എന്ന് പറയുന്ന സ്ഥലമാണ്. കുന്നടി തന്നെ ഒരു കുന്നടിയുണ്ട്, ചെറിയ കുന്നടി. അത് കഴിഞ്ഞിട്ട് വലിയ കുന്നടിയാണ്. പാങ്കാവ് എന്ന് പറഞ്ഞിട്ട് ബസ് സർവീസ്, അതായത് ഇവിടെ സെറ്റിൽമെന്റിലുള്ളവർക്ക് പോകാനായിട്ട് ഇവിടെ ഒരു പാങ്കാവ് എന്ന ബസ് സ്റ്റോപ്പ് ഉണ്ട്. അവിടെ വന്നാണ് ബസ്സൊക്കെ തിരിഞ്ഞിട്ട് തിരുവനന്തപുരത്തേക്ക് പോകുന്ന സ്ഥലം പാങ്കാവ്. അപ്പോൾ ഇവിടുന്ന് ഫോറസ്റ്റിന്റെ അനുമതി ഉണ്ടെങ്കിൽ മാത്രമേ ഇതിനകത്ത് കയറാൻ പറ്റൂ. പക്ഷേ ഞാനിവിടെ സ്ഥലവാസിയാണ്. ഞാനിവിടെ ഇതിനടുത്ത് തന്നെ 2 കിലോമീറ്ററിനപ്പുറം താമസിക്കുന്ന ഉത്തരംകോട് താമസിക്കുന്ന അഗസ്ത്യനാണ്. അപ്പോൾ ഞാൻ കുഞ്ഞുനാളിലെ ഈ വനവുമായിട്ടാണ് എനിക്ക് ബന്ധം. ഇവിടുത്തെ കാടുകളിലെ ചുള്ളികളും വിറകുകളുമാണ് ഞാൻ കത്തിച്ച് പഠിച്ചിട്ടുള്ളത്. ഇങ്ങനൊരു മണമാണ്. കാരണം യൂക്കാലി കത്തിക്കുമ്പോൾ യൂക്കാലിയുടെ മണം, വേറൊരു വിറക് കത്തിക്കുമ്പോൾ വേറൊരു മണം. അതുപോലെ ഇവിടുത്തെ പ്രകൃതി രമണീയമായ അന്തരീക്ഷം, പിന്നെ സൈലൻ്റ് ആണെങ്കിൽ പക്ഷികളുടെ ചിലപ്പോൾ എല്ലാം കേൾക്കാം. ഇപ്പോഴ് ഇവിടെ ഇത് ബെൽറ്റ് ഇട്ടിരിക്കുകയാണ്. കാരണം ഈ പിന്നെ കാട്ടുതീ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഇവരിത് ഫയർ ബെൽറ്റ് ഇട്ടിട്ടുണ്ട്. 2 സൈഡിലും കാടുകളും മറ്റെല്ലാം വെട്ടിക്കളഞ്ഞ് നല്ല രീതിയിൽ തീ ഇങ്ങോട്ട് പടർന്ന് ഗ്രാമങ്ങളിലോട്ട് വരാതിരിക്കാനും കൂടുതൽ നാട്ടുകാരുടെ ശല്യം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് ഫയർ ബെൽറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. ആ ഫയർ ബെൽറ്റാണ് ഇത് ഇങ്ങനെ വെട്ടി ഒതുക്കിയിരിക്കുന്നത് കാണാം. ഇത് പിന്നെ ഫോറസ്റ്റ് എന്ന് പറയുമ്പോൾ ശരിക്കും പിന്നെ പേപ്പാറയില്ലേ, പേപ്പാറ ഡാം, ഇവിടെ നടന്നു പോയാൽ പേപ്പാറ റിസർവറിൽ ചെന്നിറങ്ങാം. പിന്നെ മൊട്ട കുന്നുകളിൽ നിറച്ച് നെല്ലിക്കയാണ് ഇവിടെ ഉള്ളത്. ഞാൻ പല ആവർത്തി പോയിട്ടുണ്ട്. ഇപ്പോൾ പോയെന്ന് പോലും പറയാൻ പാടില്ല, അത് വേറൊരു കാര്യം. കാരണം ഫോറസ്റ്റിന്റെ അനുമതി വേണം, പാസ്സൊക്കെ എടുത്താണ് പോവാൻ. ഏത് ഫോറസ്റ്റിന്റെ പരിധിയിൽ? ഇത് വന്നിട്ട് ഇപ്പം പിന്നെ പേപ്പാറ ഫോറസ്റ്റ് ആണ്. ആ ഫോറസ്റ്റിന്റെ കീഴിൽ ഇത് ഇവിടുത്തെ എന്ന് പറയുന്നത് ഇവിടെ പരുത്തിപ്പള്ളി റേഞ്ചാണ്. പിന്നെ പോയിട്ട് നമ്മളിങ്ങോട്ട് വന്നപ്പോൾ തന്നെ ആനയുടെ കാഷ്ടം ചൂടാവി പറന്ന് തീർന്നില്ല. അതിന് മുമ്പുള്ള കാഷ്ടമൊക്കെ നമുക്കിവിടെ കാണേണ്ടി വന്നു. അത് നമ്മളിവിടെ ബൈക്ക് നിർത്തുന്നത് അപകടമാണ്. അതുകൊണ്ട് നമ്മൾ നിർത്തി കാണിച്ചില്ല. ഓക്കെ, അപ്പം നമ്മൾ ഒരു കാട്ടിനകത്താണ്. ശരിക്കും കാട്ടിനകത്തുള്ളൊരു ഉള്ളിലാണ്. ഇവിടെ ഒരു ചെറിയൊരു കൈതക്കാടല്ലേ, കൈതക്കാട് കണ്ട് അങ്ങനെ നമ്മൾ അത് നോക്കി നിൽക്കണം. കൈതയുടെ അടിയിൽ നിന്ന് വെള്ളം ഒലിച്ച് താഴോട്ട് ഒലിച്ച് പോകുന്ന ഒരു കാഴ്ചയുണ്ട്. ശരിക്കും ഇതിൻ്റെ മുകളിൽ വേറൊരു അരുവി ഉള്ളതായിട്ടാണ് നമ്മൾ മാഷ് പറയുന്നത്. ഈറക്കാടാണ്. ഇപ്പോൾ ഇവിടെ കാട്ടുതീ ഉണ്ടാകുന്നത് കൊണ്ട് ഫയർ ബെൽറ്റാണ് ഇവിടെ എത്തിക്കുന്നത്. രമണീയമായിട്ടുള്ള ഒരു പുഴയാണ്. ഈ പുഴയെ കണ്ടാൽ ആരാണ് പാടി പോകുന്നത്? പുഴകൾ ഒഴുകുന്ന നദിയിൽ തീരത്ത് ഞാനെത്രയോ നേരം കാത്തിരുന്നു, ചെലവില കേട്ട് ഉണരുന്ന നേരത്ത് എൻ്റെ മനസ്സിലേക്കോടി വന്നു. പ്രകൃതിയിൽ കിളികൾ ചലയ്ക്കുമ്പോൾ അവർ പാടുമ്പോൾ ഞാനെന്തേ മൗനം ഭജിക്കണം? ഇനിയും എത്ര നാൾ പാടേണ്ട കിളികളാണീ അരുവിയിൽ നിന്നരുവിയിലേക്ക് പറന്നു വെള്ളം കുടിച്ചുകൊണ്ടകലേക്ക് പോകുന്നതു ഞാൻ കണ്ടിരിക്കുന്നു. എപ്പോഴും നമ്മൾ വനത്തിനകത്ത് വരുമ്പോൾ ആദ്യം മുൻപേ പോകുന്നവർക്കാണ് കൂടുതൽ കാഴ്ച കാണാൻ ഇടവരുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ അത് പറന്നു പോകുന്നത് ഇപ്പം അപരിചിതരെ കണ്ട ഉടനെ തന്നെ പക്ഷികളും മൃഗാദികളും എല്ലാം പറന്ന് അകത്തോട്ട് പോകുന്നതും ഓടി ഒളിക്കുന്നതും ഒക്കെ ആദ്യം വരുന്ന ഒരു കാഴ്ചക്കാരനാണ് കാണാൻ പറ്റുന്നത്. അതുകൊണ്ട് പിന്നെ ഞാൻ ആദ്യമാണ് ഫ്രണ്ടിൽ കൂടെയാണ് പോയത്. കാരണം ടെക് ട്രാവലിംഗ് നന്ദകുമാറിന് ഈ കാഴ്ച കാണാനുള്ള അവസരം ഞാൻ കൊടുത്തില്ല. ഫ്രണ്ട്സ്, നിങ്ങളൊന്ന് മനസ്സിലാക്കണം, വളരെ സൗമ്യമായിട്ട്, എത്ര കൂളായിട്ട് സൗമ്യമായിട്ട് നമുക്ക് പോകാൻ കഴിയുമോ അത്രയ്ക്കും ശാന്തമായി പോയി കഴിഞ്ഞാൽ പലതും നമുക്ക് പഠിക്കാനുണ്ട്. പലതരം ചിത്രശലഭങ്ങൾ പറന്നു പോകുന്നത് എന്തെല്ലാം. ഇപ്പോൾ ഇങ്ങോട്ട് വന്നപ്പോൾ തന്നെ വേഴാമ്പലും കാട്ടുപന്നി വരെ നമ്മുടെ ഈ വഴിയിലെ കുറുകെ ഓടി. പക്ഷേ നമുക്ക് നിന്ന് കഴിഞ്ഞാൽ അപകടമാണ് നമുക്ക്, അതുകൊണ്ട് നിൽക്കാൻ പറ്റിയില്ല. പിന്നെ ഒത്തിരി തുമ്പിക്കൈയില്ലാത്ത ആനകൾ ഒത്തിരി പോയി. കണ്ടില്ലേ, ഇപ്പോൾ കൊറോണ പിടിച്ചതുകൊണ്ട് തുമ്പിക്കൈ വരെ വെച്ചാണ് ഓരോരുത്തരുടെ യാത്ര.
എന്താ കാലം മാറി. നമ്മുടെ മാഷിൻ്റെ കവിതകൾ ഇനി നമുക്ക് കുറേ കേൾക്കാനുണ്ട്. എന്തായാലും നമുക്ക് കാടിനകത്ത് കയറുമ്പം കവിതയുടെ ആസ്വാദനം കൂടി കേട്ട് നമുക്ക് മുന്നോട്ട് യാത്ര ചെയ്യാം. ഓക്കെ. പുഴകളൊഴുകുന്ന നദിയിൽ തീരത്ത് ഞാനെത്രയോ നേരം കാത്തിരുന്നു. ചെലവിലാകെട്ട് ഉണരുന്ന നേരത്ത് എൻ്റെ മനസ്സിലേക്കോടി വന്നു. പ്രകൃതിയിൽ കിളികൾ ചലയ്ക്കുമ്പോൾ അവർ പാടുമ്പോൾ ഞാനെന്തേ മൗനം ഭജിക്കണം. ഇനിയും എത്ര നാൾ പാടേണ്ട കിളികളാണീ അരുവിയിൽ നിന്നരുവിയിലേക്ക് പറന്നു വെള്ളം കുടിച്ചുകൊണ്ടകലേക്ക് പോകുന്നതു ഞാൻ കണ്ടിരിക്കുന്നു. നമ്മളിങ്ങനെ ഇവിടെ ഒരു ഫോറസ്റ്റിൻ്റെ ഒരു ഓഫീസിൻ്റെ അടുത്താണ് നിൽക്കുന്നത്. നമ്മൾ ഇതിനകത്തുകൂടി അനുമതിയില്ല. നമ്മുടെ മാഷ് കൂടെ ഉള്ളതുകൊണ്ട് നമുക്കിവിടെ നിന്ന് കയറി പോകാൻ കഴിഞ്ഞു. എന്തായാലും ഫോറസ്റ്റിനകത്തുള്ള യാത്രയാണ്. എന്നെ എന്തായാലും ഫോറസ്റ്റ് പൊക്കിയിട്ട് എവിടെ പോകണമെന്നാണ് കേട്ടോ. എനിക്ക് ഇതിനകത്തുള്ള വഴിയെന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. പിന്നെ മാഷ് ഹെൽമറ്റ് ഊരിയപ്പം പുള്ളിക്ക് അറിയാം. ഇതിനകത്തുള്ള ആൾക്കാരെല്ലാം പുള്ളിക്ക് അറിയാന്നുള്ളത്. അതാണ് ഒരുപാട് കോട്ടൂരിനകത്തൊക്കെ ഒരുപാട് സ്ഥലങ്ങളിൽ നമ്മൾ പോയിട്ടുണ്ട്. പക്ഷെ അതൊന്നും അന്ന് ഞാൻ ഈ ക്യാമറയൊന്നും കൊണ്ടുപോകില്ലായിരുന്നു. അല്ലാതെ ഉള്ള ക്യാമറ ഒന്നും ഉപയോഗിക്കാതെ നമ്മൾ ബൈക്കിൽ പോയി റൈഡ് ചെയ്ത് വരുന്നൊരു സംവിധാനമായിരുന്നു. അപ്പോൾ അതൊക്കെ ഓർത്തപ്പോൾ എനിക്ക് ഒരുപാട് ഇപ്പം നഷ്ടം തോന്നുന്നുണ്ട്. കാര്യം ഒരുപാട് നമ്മുടെ ട്രിവാൻഡ്രത്തിനകത്ത് നല്ല സ്ഥലങ്ങൾ നമുക്ക് അങ്ങനെ പകർത്താൻ കഴിയാത്ത സ്ഥലങ്ങളുണ്ടായിരുന്നു. നല്ലൊരു വെള്ളച്ചാട്ടം കണ്ടു. അതായത് നമ്മൾ പോകുന്ന വഴിയിൽ വെള്ളം ഒഴുകി വരുന്ന ഒരു കാഴ്ചയാണ്, മനോഹരമായ കാഴ്ചയാണ്. ഉണ്ടോ? ഇവിടെ നല്ല മഴ സമയത്തൊന്നും നമുക്കിതിലെ ഇങ്ങനെ പാസ് ചെയ്ത് പോകാൻ പറ്റില്ല അല്ലേ? മഴ സമയത്ത് ഇതിലേ പോകാൻ പറ്റുമോ? വെള്ളം അങ്ങനെ കൂടുതൽ പോകുമ്പോൾ നല്ല ഒഴുകി, അതായത് മലയുടെ മുകളിൽ നിന്ന് ഒഴുകി വരുന്ന മഴ സമയത്ത് നമുക്ക് ഇതിലേ പോകാൻ പറ്റില്ല. ഈ കാട്ടിനകത്തൊക്കെ മലവെള്ളം ഇറങ്ങിയെന്നൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ആ ഒരു തോതാണിത്. ഇവിടെ നല്ല കുത്തി ഒഴിച്ചു കഴിഞ്ഞാൽ, കൊത്തി ഒലിച്ചു കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും യാത്രയ്ക്ക് ബുദ്ധിമുട്ടാവും. എന്തായാലും യാത്ര തുടങ്ങാം. ഇതുണ്ടോ, നമ്മളിങ്ങനെ വെള്ളത്തിലാണ് നിൽക്കുന്നത്. നല്ല സ്ഥലം ഒഴുകി കാട്ടിനകത്തോട്ട് പോകുന്നു. ആനകളുടെ വാസസ്ഥലമാണ്. ഓക്കെ തന്നെ അല്ലേ? എവിടെ നീ ഒരെണ്ണം കാണിച്ചോ? കാട്ടിനകത്തൊരു വലിയൊരു റോഡ് ഉണ്ട്. അങ്ങനെ ആ റോഡിലോട്ട് കയറി നമ്മൾ കണ്ട ഈന്തപ്പനയെന്ന് കട്ടിയെടുക്കണ ഈന്തി എന്ന് പറഞ്ഞൊരു സാധനമാണ്. എന്തിനാണ് സംഭവം? എന്തിനുള്ള നമ്മളെ നാട്ടുകാരെല്ലാം കഴിക്കുന്നത് ഇതാണ് ഈന്തി. ഇതിന്റെ മണ്ട വെട്ടി നമ്മൾ കഴിക്കും. വിശക്കുമ്പോൾ മണ്ട വെട്ടി കഴിക്കും. തെങ്ങ് മണ്ട കഴിക്കും പോലെ. ഇത് ഈന്തിക്കായാണ്. ഒന്ന് കഴിച്ചു നോക്കണം. ഇത് വിളഞ്ഞില്ലെങ്കിൽ ഇത് വിളഞ്ഞിട്ടില്ല, ഇത് പഴുത്ത് നല്ല മൂക്കണം. ഇനി ഒരു 2 മാസം നിൽക്കണം. ഇത് നല്ല ടേസ്റ്റാണ്. നല്ല ടേസ്റ്റാണ്. ഒന്ന് കഴിച്ചു നോക്കാം. ഓക്കെ പോവാം. ഇതിങ്ങനെ കാട്ടിനകത്ത് പോയിട്ട്, ഈ കാട്ടിനകത്ത് ഈന്തപ്പനയുണ്ട്. ഈന്തപ്പന അതിൽ നിന്ന് അവർ കട്ട് ചെയ്തെടുക്കണ ഈന്തി എന്ന് പറഞ്ഞൊരു സാധനമാണ്. അത് ഇപ്പം പച്ചയാണ്. ഇത് പഴുത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് എന്നാണ് പറയുന്നത്. എന്തായാലും ഈന്തിയാണോ അതിൻ്റെ ഇനി വല്ല പേരുണ്ടോ എനിക്കറിയില്ല. ഇവിടെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ ഈന്തി എന്ന് പറഞ്ഞൊരു സംഭവമാണ്. എന്തായാലും കാട്ടിനകത്തുള്ള മനോഹരമായ പാതയാണിത്.
നമ്മളൊരു ഫ്രണ്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മളെ മാഷും എൻ്റെ ഫ്രണ്ടുമായിട്ട് മുന്നിൽ അങ്ങ് പോയി. അവർ ഇതോടെ നിൽക്കുന്നുണ്ട്. നല്ലൊരു വെള്ളച്ചാട്ടം, ഒരു പാലം, മനോഹരമായ വെള്ളച്ചാട്ടവും. അങ്ങോട്ട് പോകണമെങ്കിൽ വേറെ സ്ഥലങ്ങളുണ്ടല്ലേ. അപ്പം ഇതൊക്കെയാണ്. മല. മാഷേ തുടങ്ങിയോ? ടെക് ട്രാവൽ നന്ദകുമാറിന് വേണ്ടിയിട്ട് ഒരു പ്രോഗ്രാം ചെയ്യണമെന്ന് ആഗ്രഹിച്ചു. പക്ഷേ ഇത്ര കടുപ്പായി പോകുമെന്നറിയില്ല. കാരണം ഇത് പേടിപ്പെടുത്തുന്ന ഒരു ഭീകര കാഴ്ച പ്രദാനം ചെയ്യുന്ന ഒരു വനത്തിനകത്താണ് നിൽക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ പേടിയാണ്. അതുകൊണ്ട് എന്ത് പാടണമെന്ന് ചോദിച്ചാൽ പാടാൻ പറ്റണില്ല, പേടിയാണ്. എങ്കിലും ഈ സ്ഥലം എന്ന് പറയുന്നത് പരുത്തിപ്പള്ളി റേഞ്ച് ഓഫീസിൻ്റെ കീഴിലുള്ള പേപ്പാറ എന്ന് പറയുന്ന സ്ഥലമാണ്. പ്രകൃതി രമണീയമായ സ്ഥലമാണ്. അതിൻ്റെ ശരിക്കും നേരത്തെ നല്ല പ്രകൃതി രമണീയമായ സ്ഥലമായിരുന്നു. ഇവിടെ ഇക്കോ ഫ്രണ്ട്ലി ആയിരുന്നു. ഇപ്പോഴിത് അൽക്കോഷയൊക്കെ നട്ട് ഓരോരോ അഡ്മിനിസ്ട്രേഷൻ മാറി വരുമ്പോഴേ അവർക്ക് അതിൻ്റെതായ രീതിയിലുള്ള ചെറിയ കാഴ്ചപ്പാട് കൊണ്ട് അൽക്കോഷ നിറഞ്ഞുപോയി. നല്ല സ്ഥലമാണ്. ഇവിടേക്ക് AC ക്ലൈമറ്റാണ്. ഇന്നെന്തോ നമ്മൾ വന്നപ്പോൾ അല്ലേ ചൂട് അനുഭവപ്പെടുന്നു. സൈലൻസറുടെ ചൂട്, വണ്ടിയിലെ സൈലൻസറാണ് കേട്ടോ, സോറി. അതിൻ്റെ ചൂടാണ് അനുഭവപ്പെട്ടത്. അല്ലാതെ ഇവിടെ AC ക്ലൈമറ്റ് തന്നെ. എന്ത് പറയാ. അപ്പോൾ നമുക്ക് യാത്ര തുടങ്ങാം. കാട്ടിനകത്താണ് ഇപ്പോൾ നിൽക്കുന്നത്. കാട്ടിനകത്തുനിന്ന് നമുക്ക് റോഡിൽ ഇറങ്ങിയതിന് ശേഷം പേപ്പാറ ഫോറസ്റ്റ് ഇല്ലെങ്കിൽ ആ ഒരു മേഖലയാണ് അടുത്ത് നമ്മുടെ ഒരു യാത്രയുടെ ഒരു ഉദ്ദേശം. അത് കഴിഞ്ഞിട്ട് നമുക്ക് വേറെ മേഖലയിലോട്ട് പോകാം. എല്ലാവർക്കും അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് കാണാം. മറ്റേ ഗവൺമെന്റ് ഒന്ന് നമ്പർ ഇടും. മറ്റേ ഇതാകുമ്പോൾ അനധികൃതമായിട്ട് മുറിച്ച് കിടത്താം. തേക്കിന്റെ ഗുണം ചെയ്യും തടി. തേക്ക് കഴിഞ്ഞാൽ പിന്നെ അൽക്കോഷയാണ് ബെറ്റർ. ഉറപ്പുള്ള തടി അൽക്കോഷയാണ് ബെറ്ററാണ്. തേക്ക് നല്ല രീതിയിൽ തേക്ക് പോളിഷ് ചെയ്ത് വെച്ചാൽ തേക്ക് ഏത് അൽക്കോഷയാണെന്ന് അറിയാൻ പറ്റില്ല. അത്രയ്ക്ക് ഇതാ. അത് കഴിഞ്ഞാൽ പിന്നെ മാഞ്ചിയാണ്. തേക്കും അൽക്കോഷയും തമ്മിൽ അടുത്തടുത്തായിട്ട് വെച്ചാൽ വർഷങ്ങളുടെ പഴക്കം അറിയാൻ പറ്റില്ല. രണ്ടും ഒരേപോലെ തടി. ഇത് ഒരിക്കൽ നട്ടാ മതി. ഒരെണ്ണം നട്ട 10-15 കിലോമീറ്റർ ആയിക്കോ. അല്ല, ഇത് ഒരിക്കൽ നട്ട് കഴിഞ്ഞാൽ 100 കൊല്ലം വരെ പിന്നെ ഒരു വിത്ത് പറയേണ്ടതില്ല. ഇത് തന്നെ അങ്ങ് പടർന്ന് പോയിക്കോളൂ. അപ്പൊ എന്താടി പോലത്തെ ഒരു വിത്തൊന്നുണ്ട്. ഈ വിത്ത് അങ്ങ് പറന്ന് എല്ലായിടത്തും ആയിക്കോളൂ. വെള്ളം ഒഴിക്കേണ്ട, ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിന്റെ ഇല തന്നെ വീഴുന്ന അവസാദമായി ഓരോ ആയിക്കോളൂ. അതാണ് ഇതിന്റെ പ്രത്യേകത. അപ്പോൾ നമുക്ക് യാത്ര തുടങ്ങാം. ഒരു ചെറിയൊരു 2 കവിത കൂടെ ഒന്ന് ആലപിച്ചോ. എത്ര പറയുവാൻ എന്റെ പ്രകൃതിയെ കുറിച്ചിനി എന്തു പറയുവാൻ നമ്മളല്ലേ, പറയുവാൻ നമ്മളല്ലാതാരുണ്ടീ ഭൂമിയിൽ, നമ്മളല്ലേ ഈ പ്രകൃതിയെ വളർത്തുന്നത്, നമ്മുടെ തലമുറയ്ക്കായി കരുതിയിരിക്കുക ഓർമ്മകളിനിയും.
നല്ല ഓർമ്മകൾ ഇനിയും കരുതിയിരിക്കുക നാം. നമ്മൾ ഏകദേശം പേപ്പാറ ഫോറസ്റ്റിനകത്താണ് നിൽക്കുന്നത്. അതിനകത്തുള്ള നല്ല കാഴ്ചകളൊക്കെയാണ് നമ്മളിപ്പം കണ്ടത്. അതായത് പേപ്പാറയുടെ പുറകിലുള്ള കാട്ടിനകത്താണ് നമ്മൾ നേരത്തെ നിന്നത്. നമ്മൾ അതിനകത്തുകൂടി വന്ന് കയറി ഒരു ചെക്ക് പോസ്റ്റ് വഴി കയറിയാണ് ഈ പേപ്പാറയ്ക്കകത്ത് വരുന്നത്. നമ്മൾ ചിലപ്പോഴേ അങ്ങ് അകത്ത് പോകുള്ളൂ, കാര്യം അവിടെ കാണാനൊന്നും വലുതായിട്ടൊന്നുമില്ല. എന്തായാലും ബാക്കിലൊരു നല്ലൊരു വ്യൂ പോയിൻ്റ് ഉണ്ട്. വന്യമൃഗങ്ങൾ കയറാതിരിക്കാൻ വേണ്ടി ഇലക്ട്രിക് കമ്പി ഉപയോഗിച്ച് വൈദ്യുതി കടത്തി വിട്ടിരിക്കുന്ന ഒരു കാഴ്ചയും നമുക്ക് കാണാം. മാഷ ഇതിനകത്ത് എന്തിനാണ് പരിപാടി? ഇതിനകത്ത് ഒരു സെറ്റിൽമെന്റ് ഉണ്ട്, പിന്നെ പോയിട്ട് പേപ്പാറ ഡാമുണ്ട്, പിന്നെ അഗസ്ത്യമല ജസ്റ്റ് ഇട സൈഡിലോട്ട് കണ്ടു കഴിഞ്ഞാൽ അഗസ്ത്യമല കാണാം. നല്ല പ്രകൃതി രമണീയമായ സ്ഥലമാണ്, ഇപ്പോൾ നല്ലതാണ്. ഈ വൈദ്യുതി കമ്പി ഉപയോഗിച്ചിരിക്കുന്നത് ഇത് ഉപയോഗിച്ചിരിക്കുന്നത് പന്നിയും ആനയും ഒന്നും ഇങ്ങോട്ട് ഗ്രാമങ്ങളിലോട്ട് ഇറങ്ങാതിരിക്കാനാണ്. ഇറങ്ങാതിരിക്കാൻ വേണ്ടിയാണ്. അതെ അതെ. ഇതിൽ ഷോക്ക് ഇട്ടിട്ടുണ്ട്, നമ്മൾ തൊട്ട് കഴിഞ്ഞാൽ ഷോക്ക് അടിക്കും. പ്രൊഹിബിറ്റഡ് ഏരിയയാണ് ഇതൊക്കെ. അതാ അവിടെ വെള്ളച്ചാട്ടമുണ്ട്, മീൻമുട്ടി വെള്ളച്ചാട്ടമാണ്. അകലെയാണ്, നല്ല പ്രകൃതി രമണീയമായ സ്ഥലമാണ്. വളരെ തെളിഞ്ഞ ആകാശം, മരങ്ങൾ പട്ടു. ഇതെങ്ങനെ ഇത്രയും ഫലഭൂഷ്ടമായ ഏരിയയിൽ ആ മരങ്ങൾ പട്ടു? നോക്കതാരാ അവിടെ നിൽക്കുന്നത്? അതാരോ മരം വെട്ടിയെടുക്കുകയാണ്. ഇവിടെ നിൽക്കുന്നു, അതാ നിൽക്കുന്നത്. വേണ്ട രണ്ടുപേരി കാടിനെ കുറിച്ച്. ഞാനൊരഗസ്ത്യൻ, അതാ വലത്തേക്കു കാണുന്നൊരഗസ്ത്യമല, അതില്ലെങ്കിൽ നാം തിരുവനന്തപുരമെന്നൊരു സിറ്റിയില്ല. അഗസ്ത്യനില്ലെങ്കിൽ ഈ പ്രകൃതിയുണ്ടോ? അഗസ്ത്യനില്ലെങ്കിൽ ഈ ക്ലൈമറ്റ് വ്യതിയാനമുണ്ടോ? എന്തുപയോഗമാണ് ഈ അഗസ്ത്യനെ കൊണ്ടല്ല അഗസ്ത്യാർ കൂടത്തെ കൊണ്ട്. നിങ്ങളറിയുക എന്നെ. അതുപോലെ ഡാമുകളൊന്നും പാടില്ല. നമുക്ക് ഇനി അടുത്ത അങ്ങനെ അങ്ങോട്ട് അങ്ങോട്ട് പോകണോ അതോ തിരിച്ച് നമുക്ക് ഇനി ലെഫ്റ്റിലേക്ക് തിരിഞ്ഞ് കുറച്ച് ഒരു 1/2 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ഈ പേപ്പാറ ഡാമാണ്. അവിടെ ഒന്നും അധികം അറ്റൊന്നും കാണാനില്ല. പോയിട്ട് അത് പ്രൊഹിബിറ്റഡ് ഏരിയയാണ്. അത് ഒരു പ്രകൃതി രമണീയമായ സ്ഥലമല്ല. നമുക്കിനി ഇവിടെ നിന്ന് തിരിച്ച് പൊന്മുടിയിലേക്ക് പോയാലോന്ന് ആലോചിക്കുന്നു. കല്ലാർ മീൻമുട്ടി ടച്ച് ചെയ്ത് പൊന്മുടിയിലേക്ക്. ഓക്കെ. കാടിന്റെ ആ ഒരു സൗന്ദര്യം അല്ലേ, നമുക്ക് എത്ര പറഞ്ഞാലും മതി വരാത്തൊരു കാര്യം തന്നെയാണ്. നമ്മൾ ഒരുപാട് ആദിവാസികളുടെ ഗോത്ര മഹാസഭകളൊക്കെ. അതെ അതെ. നമ്മളെ വണ്ടി ഇരിക്കുന്നതിന്റെ അപ്പുറം സൈഡ് കംപ്ലീറ്റ് വൈദ്യുതി കമ്പി കൂടെ വൈദ്യുതി കടത്തി വിട്ടിരിക്കുന്ന ആ ഒരു കാഴ്ചയാണ്. ചെറുത്താണ്. ആനയും മ്ലാവ്, പന്നി, കാട്ടുപോത്ത് എല്ലാം വന്നിട്ട് നമ്മളെ ആക്രമിക്കും. അതുകൊണ്ടാണ് ഇത് ഇട്ടിരിക്കുന്നത്. വൈദ്യുതി കടത്തി വിട്ടിരിക്കുകയാണ്. പ്രൊഹിബിറ്റഡ് ഏരിയയാണ്. എപ്പോഴും പവർ കാണുമല്ലേ? പിന്നെ തൊട്ടടിക്കും. ചുമ്മാ വേണ്ട. എന്താണ് നീ പറയണ്ടേ? എന്നെ കൊണ്ടുവന്നിരിക്കുകയാണ് ഇവിടെ. തുമ്പിക്കൈയൊക്കെ അതിട്ട് വേണ്ട. തുമ്പിക്കൈ എല്ലാവർക്കും തുമ്പിക്കൈ ഉണ്ട്. ഒരു ചെറിയൊരു വെള്ളച്ചാട്ടം കാട്ടിനകത്ത് കണ്ടപ്പോൾ നമ്മളെ മാഷും വിശായും കൂടെ ഒരു ചാടി അങ്ങോട്ട് ഇറങ്ങി. നമ്മളിപ്പോൾ അങ്ങോട്ട് പോവുകയാണ്. മാഷ കൈ കാണിച്ചോ? ഇപ്പോൾ പോകണുണ്ടോ? മാഷൊക്കെ പോകണ എവിടെ നിന്നുണ്ടോ? ഒരു തുരങ്കം കണക്കുള്ള ഒരു സ്ഥലത്താണ് കയറി പോകുന്നത്. കാടിനെ തൊട്ടറിയുക. വള്ളിപ്പടപ്പുകൾ. കാടെന്നാൽ വള്ളി വേണം അല്ലേ? അതുപോലെ തന്നെ താറയിലേക്ക് ഇടതൂർന്ന് വളരുന്ന വേരുകളായാലോ? കണ്ടോ? നല്ല വേരുകളും പ്രകൃതിരമണീയമായ നല്ല സ്ഥലത്തിലേക്കാണ് നമ്മളിവിടെ ഇരിക്കുന്നത്. ഇത് ആനത്താരാണ്. ശരിക്കും ആന വെള്ളം കുടിക്കാൻ വരുന്ന സ്ഥലമാണ്. അവിടേക്കാണ് നമ്മൾ അല്പം ഒന്ന് വിശ്രമിക്കാനായിട്ട് ഇരുന്നത്. നല്ല പ്രകൃതി രമണീയമായ നല്ല ശുദ്ധജലമാണ്. വിശ്രമിക്കാനായി ഇരുന്നെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത സ്ഥലമാണ്. അത് നിങ്ങൾക്ക് ക്യാമറയിലൂടെ അതിന് എത്രയ്ക്ക് ഭംഗി കിട്ടുമെന്ന് നമുക്ക് അറിഞ്ഞോ. നേരിട്ട് കാണുമ്പോൾ വളരെ ആരായാലും ഇവിടെ വിട്ട് പോകില്ല. അത്ര ഒരു വള്ളിയുടെ വേരുകളാണ്. വേര് കണ്ടോ? ഇത് വള്ളിപ്പടർപ്പാണ്. കണ്ടോ? അങ്ങ് ഈറക്കാടും ഉണ്ട് സൈഡിൽ. വളരെ പ്രകൃതി രമണീയമായ സ്ഥലമാണ്. വള്ളിക്കുടിലുകളിൽ
അല്പനേരം വിശ്രമിക്കാനിനിയാകുമോ ഈ ജന്മമത്രയും മോഹങ്ങൾ തന്നതാണ് നല്ല നല്ല വെള്ളമാണ്, നല്ല കുടിക്കാനും കുളിക്കാനും ഒക്കെ പറ്റി നല്ല സ്ഥലമാണ്. നമുക്കിനി അധിക നേരം ഇവിടെ നിൽക്കണ്ട, ആന വരുമെന്ന് തോന്നണം. ആനയുടെ എന്തോ ഒരു ചിഹ്നം വിളി കേൾക്കുന്നുണ്ട്. നമുക്കിനി യാത്രയാവാം. പാറയൊക്കെ വഴുതുന്നുണ്ട്, ഡേഞ്ചർ ആയിട്ടുള്ള സ്ഥലമാണ്. ചിഹ്നം വിളി കേൾക്കുന്നുണ്ട്. പിന്നരികിലായി പാറക്കെട്ടിനരികിലായി വഴുതി വീഴുന്നു. ഋഷിയുടെ ജയില് പണി തുടങ്ങിയിട്ടുണ്ട്. മേലെ കിടന്ന് വെള്ളമാണെന്ന് പറഞ്ഞു തന്നെ നമ്മളുകൊണ്ടാ അവിടെയാണ് ആ ഗുഹ പോലെയുള്ള ആ സ്ഥലത്താണ് നമ്മൾ ഇരുന്നത്. നല്ലൊരു പ്രകൃതിയുടെ നല്ല ഒരു ക്ലൈമറ്റ്, നല്ല തണുത്ത ക്ലൈമറ്റ് ഉള്ള ഒരു സ്ഥലം തന്നെയായിരുന്നു. AC ക്ലൈമറ്റ്. ഡിസംബർ മാസം നല്ല തണുപ്പ് വരാനുള്ള സമയം. വണ്ടി 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 നമ്മളെ വണ്ടിയുടെ അടുത്തോട്ട് പോവുകയാണ്. ഇതോ ആ സ്ഥലത്താണ് നമ്മൾ ഇത്രയും നേരം ചിലവഴിച്ചത്. നല്ല ഒരു സ്ഥലമായിരുന്നു. അതേപോലെ ഇപ്പുറം സൈഡും ചെറിയ രീതിയിൽ വെള്ളച്ചാട്ടമുണ്ട്. വേപ്പാറ എന്ന ഡാമിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും ഈ പ്രകൃതി രമണീയമായ സ്ഥലം. അതിൻ്റെ ഫ്രണ്ടിലേക്ക് നോക്കുമ്പോൾ അഗസ്ത്യർകൂടം ഇവിടെ ഇരുന്ന് തന്നെ കാണാം. ഇപ്പോഴാകപ്പാടെ മറഞ്ഞിരിക്കുകയാണ്. നവംബർ 1 മുതൽ കേരള ടൂറിസം മേഖലയെല്ലാം ഓപ്പൺ ആയി എന്നാണ് പറഞ്ഞേക്കുന്നത്. പക്ഷേ നമ്മളിപ്പോൾ പൊന്മുടിയുടെ അവിടെ വന്നപ്പോൾ അവിടുത്തെ ആൾക്കാർ ഒക്കെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ അറിഞ്ഞിട്ടില്ല, ഇവിടെ കയറ്റി വിടുന്നില്ല എന്നാണ് പറയുന്നത്. ഇവിടെ വന്നപ്പോൾ ഇവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒന്നും ഓപ്പൺ ആയിട്ടില്ല, ഇനി 2 മാസം കൂടെ കഴിയുമെന്നാണ് പറയുന്നത്. ഇവർക്കൊരു സമിതിയുണ്ട്, അവരാണ് തീരുമാനിക്കുന്നതെന്നാണ് പറയുന്നത്. ടെക് ട്രാവലിന് വേണ്ടി ഞാനൊരു പ്രോഗ്രാം ഇവിടെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നത് പൊന്മുടിയിലേക്ക്. അപ്പോൾ ശരിക്കും ഇവിടെ കല്ലാറിലെത്തിയപ്പോഴും അങ്ങോട്ട് കടത്തി വിടുന്നില്ല. അവർ പറയുന്ന ഗോത്രക്കാരാണ് ഇവിടെ നിയന്ത്രിക്കുന്നത് മൊത്തം. ടൂറിസം നല്ല ഉണർന്നു എന്നാണ് അറിഞ്ഞത്, തുറന്നു എന്നൊക്കെയാണ് അറിഞ്ഞത്. പക്ഷേ ഇവിടെ വന്നപ്പോൾ ആകപ്പാടെ നമുക്ക് നിരാശാജനകമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് ഉണ്ടായിരിക്കുന്നത്. എന്താണ് ഇതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവർ ഉടനെ തന്നെ ഒരു തീരുമാനം പറയും എന്ന് വിചാരിക്കുന്നു ടെക് ട്രാവലിന് വേണ്ടി. അവർക്ക് ആവശ്യമുള്ള വാഹനങ്ങൾ ഇതിനകത്തോട്ട് കടത്തിവിടുന്ന ഒരു പ്രവണതയാണ് നമ്മൾ കാണുന്നത്. അതായത് നമ്മൾ ഇവിടെ വന്നപ്പോൾ കണ്ട ഒരു പൊന്മുടിയിൽ ടിക്കറ്റ് കൗണ്ടറാണ് ഇത്. ടിക്കറ്റ് കൗണ്ടറിനോട് വന്നപ്പം കണ്ട ഒരു കാഴ്ചയാണ്. കാര്യം നമ്മൾ വന്നപ്പോൾ നമ്മളെ കടത്തി വിടില്ല എന്നാണ് പറഞ്ഞത്. പക്ഷേ അനേകം ആൾക്കാർ അകത്ത് പോയിട്ട് ഓരോ കാറിലും തിരിച്ചു വരുന്നുണ്ട്. കാര്യം ഇവിടെ ട്രിവാൻഡ്രം റെയിൽവേ സ്റ്റേഷൻ പോലും അല്ല കാറുകൾ. അപ്പം ട്രിവാൻഡ്രത്തുള്ള നമുക്ക് അതിനുള്ള മുൻഗണന മറ്റു കാര്യങ്ങളും തരാതെ മറ്റു സ്ഥലത്തു നിന്ന് വരുന്ന ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ മുൻഗണന കൊടുത്ത് അവർ കടത്തിവിടുന്ന ഒരു രീതിയാണ് നമ്മളിവിടെ കാണുന്നത്. ഒരു 3 മണി വണ്ടിയൊക്കെ ഒന്ന് വിട്ടുകൊണ്ടിരുന്നത് തന്നെ. ഇപ്പോൾ എന്താ കുറച്ച് നേരം കൊണ്ട് ഇത് നിർത്തി വെച്ചേക്കുന്നത്. വന്നതിൽ 2 വണ്ടി ഇപ്പോൾ പോയി 2 എണ്ണം ഇങ്ങോട്ട് പോകുന്നത് കണ്ട് തിരിച്ച്. നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത്? ട്രിവാൻഡ്രം. അപ്പോൾ നമ്മൾ വന്നതിന് ശേഷം ഒരു 4-5 വണ്ടി അതന്നെ പോയി ഇങ്ങോട്ട് പോയി തിരിച്ച് കയറി പോകുന്നത് കാണാം. അല്ലെങ്കിൽ വിതുര ജംഗ്ഷനില്ല ഈ ടേണിംഗ് തിരിയുമ്പോഴേക്കും അവിടെ MLA ആരാക്കും അന്നേ വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു അറിയിപ്പൊന്നുമില്ല. റോഡിൽ തിരിച്ചു പോയി. ശരി. പെട്രോളും ഡീസലും ഒക്കെ അടിച്ച ആൾക്കാർ. അതെ 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 കഴിഞ്ഞ ദിവസം യാത്രയ്ക്ക് വൈകുന്നേരത്ത് തിരിച്ച് ആൾക്കാർ ഒത്തിരി പേരുണ്ട്. ഉറങ്ങി പോലും ഇല്ല പൊന്മുടി. അതെ പറഞ്ഞോണ്ട് കൊട്ടാരക്കരയിൽ നിന്ന് വരുന്ന ആൾക്കാരാണ്. ഇങ്ങനെ ഒരു ഇൻഫർമേഷൻ ഇതിന് മുമ്പ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടില്ല. എല്ലാ ടൂറിസ്റ്റ് പ്ലേസുകളും ഓപ്പൺ ആയെന്ന് പറഞ്ഞതുകൊണ്ട് അതിന്റെ പേരിലാണ് ഞങ്ങൾ ഫാമിലിയായിട്ട് 2 വണ്ടി യാത്ര ചെയ്ത് ഞങ്ങൾ വന്നത്. നവംബറിൽ
എല്ലാ ടൂറിസ്റ്റ് പ്ലേസുകളും ഓപ്പൺ ആക്കി സർക്കാർ തന്നെയാണ് ഉത്തരവ് ഇറക്കിയതും. കേരളത്തിലെ എല്ലാ ടൂറിസ്റ്റ് പ്ലേസുകളും ഓപ്പൺ ആക്കിയതാണ്. പിന്നെ ഇവർക്ക് മാത്രം എന്താണെന്ന് നമുക്കറിയില്ല. അവർ ആരൊക്കെ ഫോണിൽ സംസാരിക്കുന്നുണ്ട്. ഇനി എന്താ ഫൈനൽ ഡിസിഷൻ എന്താണെന്ന് നമുക്കറിയില്ല. അവരുടെ ഭാഷയിൽ MLAക്ക് വേറെ എന്തെങ്കിലും ഉണ്ടായിരിക്കും. ഏകദേശം ഒരു 8-10 വണ്ടികളാണ് പല ഭാഗത്തുനിന്നും വന്ന് ഇവിടെ നിൽക്കുന്നത്. അങ്ങോട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥയിലാണ് കൊട്ടാരക്കരയെന്നും. അതാണ് പല സ്ഥലത്തു നിന്നും 2-3 വണ്ടികൾ ഡീസൽ അടിച്ച് ഇവിടം വരെ വന്നിട്ട് ഇവിടെ നിന്ന് പോകാൻ പറ്റാത്തൊരു അവസ്ഥയിലാണ്. മാഷേ എന്തിരിയേ നമ്മളെ യാത്ര? യാത്ര ഇവിടെ കൊള്ളാം, നല്ല ഭംഗിയായിരിക്കുന്നു, നല്ല കാനന അടിപൊളിയായിരിക്കുന്നു. ഇതുപോലുള്ള തടസ്സങ്ങളൊക്കെ ഉണ്ടാവും. അതെ, ഇത്രയും ആൾക്കാർ ഒരു തീരുമാനത്തിന് വേണ്ടിയാണ്, അധികാരികളിൽ നിന്നുള്ള തീരുമാനത്തിന് വേണ്ടിയാണ് കാത്തു നിൽക്കുന്നത്. എന്തായാലും 4 മണിയുടെ ഇവിടെ ടൈമുള്ളൂ. അതുപോലെ പല അപ്പം നമുക്ക് കയറി പോകാനായിട്ടുള്ള ഒരു വഴിയില്ല, കാണുന്നില്ല. ഇപ്പം സമയം 4:30 മണി കഴിഞ്ഞു. 5 മണി വരെ എന്തോ ഇവിടെ ടൈം അനുവദിച്ചിട്ടുള്ളൂ. ഇപ്പോൾ എന്തായാലും നമുക്ക് മുകളിലോട്ട് കടത്തി വിടുന്നില്ല. ഒരുപാട് ആൾക്കാർ ഇവിടെ വന്നിങ്ങനെ തടിച്ചു കൂടി നിൽക്കുകയാണ്. എന്ത് ചെയ്യാൻ പറ്റും എന്നൊന്നും അറിയില്ല. എല്ലാവരും വളരെ ദൂരം നിന്നൊക്കെ വന്ന ഒരുപാട് ആൾക്കാരുണ്ട്. എത്ര പറയുവാൻ എൻ്റെ പ്രകൃതിയെ കുറിച്ചിനി എന്തു പറയുവാൻ, നമ്മളല്ലേ പറയുവാൻ.